ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ജോസ് കാപ്പൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അപ്ഡേഷൻസ് മിസ്സാവാതെ കറക്റ്റ് കിട്ടാൻ നിങ്ങളെ അത് സഹായിക്കും. ഇനി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന വീഡിയോസ് കാണാൻ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ കൃത്യമായി വൃത്തിയായിട്ട് ഓരോ പാർട്ട് 1 പാർട്ട് 2 എന്ന് തിരിച്ച് പരീക്ഷകൾക്ക് വേണ്ടത് ചാപ്റ്ററുകൾ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2, 4, 5 ഈ 5 ചോദ്യങ്ങളാണ്. 2023 ചോദിച്ച ചോദ്യങ്ങളും 2024 ചില ചോദ്യവുമുണ്ട്. സോ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അറിയാവുന്ന കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസ് കാണുക. ഓക്കെ, ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വാഹനം 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനം ശരാശരി എത്ര മുന്നോട്ട് പോകും? അതായത് ഒരു വാഹനത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് മക്കളെ. സ്പീഡ് തന്നേക്കുന്നത് 36 km/h എന്നാണ്. അതായത് km/h സ്പീഡ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഒരു സെക്കൻഡിൽ ഈ വാഹനം എത്ര ദൂരം സഞ്ചരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? km/h തന്നിരിക്കുന്ന ഇതിനെ m/s അങ്ങ് മാറ്റിയാൽ മതി. ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് കിട്ടും. km/h m/s മാറ്റാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. × 5/18 കൊണ്ട് ഗുണിക്കണം എന്നറിയാം. സൂത്രം കാണാൻ 36 × 5/18 ചെയ്യണം അല്ലേ മക്കളെ? ഇവനെയും തട്ടിക്കളയാം. 2 × 5 10 m/s ആണ് 36 km/h എന്ന് പറഞ്ഞാൽ. 10 km/s ആണ് 36 km/h എന്ന് പറഞ്ഞാൽ അല്ലേ? 10 m/s എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു സെക്കൻഡിൽ 10 മീറ്റർ വേഗത എന്നല്ലേ? അപ്പം ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ 10 മീറ്റർ ദൂരം സഞ്ചരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുമില്ല, സ്പീഡ് തന്നത് km/h ഞാൻ അതിനെ m/s മാറ്റി. അതിന് 5/18 കൊണ്ട് ഗുണിച്ചു. എനിക്കറിയാം km/h m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എനിക്ക് 10 m/s എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 10 മീറ്റർ വേഗത എന്നാ. ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ചോദ്യം. 10 മീറ്റർ എന്ന് ഉത്തരം. ആൻസർ ഓപ്ഷൻ എ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 120 km/h വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് തന്നേക്കുന്നത് 120 km/h എന്നാണ് അല്ലേ? ഇനി 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നല്ലേ ചോദ്യം. അപ്പം നമ്മൾ ഇതിനെ m/min മാറ്റണം. എന്തിലേക്ക് മാറ്റണം? m/min. km/h തന്നേക്കുന്നത്. m/s മാറ്റാൻ × 5/18 ചെയ്താൽ മതി എന്ന് പഠിച്ചു. km/h m/min മാറ്റാൻ കാണാതെ പഠിച്ചോണം. × 50/3 ചെയ്യണം മക്കളെ. × 50/3 km/h m/min മാറ്റാൻ × 50/3 ആണേ. അപ്പം 120 × 50/3 എന്ന് വരും. ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ അതെ ഇതും വെട്ടിപ്പോകും. 40 വരും. 40 × 50, സോ 2000 മീറ്റർ എന്ന് കിട്ടും അല്ലേ? 2000 m/min എന്ന് കിട്ടും. അതായത് 120 km/h എന്ന് പറഞ്ഞാൽ 2000 m/min. അതായത് 1 മിനിറ്റിൽ 2000 മീറ്റർ ആണ് വേഗത. ഇവിടെ ഓപ്ഷൻസ് എല്ലാം കിലോമീറ്റർ അല്ലേ? 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ അല്ലേ മക്കളെ? അപ്പോൾ 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 2 കിലോമീറ്റർ ദൂരമാണ് എന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം, ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് km/h. ഓക്കെ, ചോദ്യം 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്. അപ്പോൾ km/h ഞാൻ m/min മാറ്റി. അതിന് എന്ത് ചെയ്യണം? × 50/3. മറക്കണ്ട, കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പം ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ 2000 m/min എന്ന് കിട്ടി. 2000 m/min എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 2000 മീറ്റർ വേഗത എന്നാണ്. ഓപ്ഷൻ കിലോമീറ്ററിൽ തന്നേക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്ന അറിയണ്ടേ? 1 മിനിറ്റിൽ 2000 മീറ്റർ ആണെങ്കിൽ 2 കിലോമീറ്റർ ആണ് 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
630 മീറ്റർ നീളമുള്ള ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത. അപ്പോൾ സ്പീഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, വേറൊന്നുമില്ല. സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇവിടെ സഞ്ചരിക്കുന്നത് 810 കിലോമീറ്ററാണ്. 810 കിലോമീറ്റർ. ടൈം അതിനെടുത്തത് 9 മണിക്കൂറാണ്. 9 മണിക്കൂർ. സോ 810/9 നമുക്ക് 90 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 90 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 630 എടുക്കണ്ടേന്നൊരു സംശയം തോന്നും മക്കളെ. അത് ട്രെയിനിൻ്റെ നീളമാണ്. ഒരു ട്രെയിൻ മറ്റൊന്നിനെ കടന്നു പോകുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ട്രെയിനിൻ്റെ നീളം എടുക്കുന്നത്. ഇത് വേറൊന്നുമില്ല. ഈ ട്രെയിൻ 810 കിലോമീറ്റർ 9 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ട്രെയിനിൻ്റെ നീളം എത്രയിലും ആയിക്കോട്ടെ, അതിവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ശരാശരി വേഗത സ്പീഡ് കാണാൻ ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആകെ സഞ്ചരിച്ച ദൂരം 810 കിലോമീറ്റർ, ആകെ എടുത്ത ടൈം 9 മണിക്കൂർ. സോ ആൻസർ 90 കിലോമീറ്റർ പെർ അവർ. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ കടന്നു പോകാൻ വേണ്ട സമയം എന്നൊക്കെ പറയുമ്പോഴാണ് രണ്ട് നീളങ്ങളും കൂട്ടിയെടുക്കുന്നത്. ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം 810 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 810/9 ചെയ്താൽ മതി കേട്ടോ, സംശയം വേണ്ട. അടുത്ത ചോദ്യം, ഹൗ മച്ച് ടൈം ഈസ് നീഡഡ് ബൈ എ കാർ ടു ട്രാവൽ 200 കിലോമീറ്റർ അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ? ഓക്കെ, എത്ര ടൈം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഇവിടെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 200 കിലോമീറ്റർ ആണ് അല്ലേ. സോ എടുക്കുന്ന സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആണ്. എത്ര ടൈം വേണമെന്ന് ചോദിച്ചാൽ 200/40. സിമ്പിൾ അല്ലേ മക്കളെ ആൻസർ. ആൻസർ 5 മണിക്കൂർ എന്ന് കിട്ടും. 5 മണിക്കൂർ അല്ലേ, 5 മണിക്കൂർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്നും രാമു 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. ഓക്കെ, ഇനി 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരെ സ്കൂളിലെത്തും നേരത്തെ. എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര അകലെയാണ് അല്ലെങ്കിൽ എത്ര അകലമാണ് ഉള്ളതെന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പലതവണ ചെയ്തു. സോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ആദ്യം പോയത് 3 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അപ്പോൾ സംഭവിച്ചത് 25 മിനിറ്റ് ലേറ്റ് ആകുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വട്ടം പോയത് 4 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അപ്പോൾ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തി. എങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരമാണ് ചോദിക്കുന്നത്. മക്കളെ, ഇത് കുറേ തവണ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോകളിലായിട്ട് നമ്മളത് ചെയ്തിട്ടുമുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടേ? S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T അല്ലേ. സോ ദൂരം ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 S2 ഡിവൈഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T. S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ്, S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ്, S1 മൈനസ് S2 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 1, T എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ്. നമ്മൾ പറഞ്ഞു ഒന്ന് ലേറ്റും ഒന്ന് നേരത്തെ ആണെങ്കിൽ തമ്മിൽ കൂട്ടിയെടുക്കുന്നതാണ് ടൈം. സോ 25ഉം 15ഉം കൂട്ടിയാൽ 40 എന്ന് കിട്ടും. അത് മിനിറ്റിലായതുകൊണ്ട് അവറിലേക്ക് മാറ്റാൻ ബൈ 16 കൂടെ ചെയ്യണം. ഓക്കെ, വെട്ടിക്കളയാം. ഇതും കൂടെ വെട്ടിക്കളയുമ്പോൾ 2/3 എന്ന് വരും. 3ഉം കൂടെ വെട്ടിക്കളയാം. ആൻസർ 8 കിലോമീറ്റർ എന്നാണ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒത്തിരി തവണ ചെയ്തതാണേ. മുന്നത്തെ വീഡിയോകൾ കറക്റ്റ് നിങ്ങൾ ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടു വരണം കേട്ടോ. ഇത് പാർട്ട് 7 ആണ്. പാർട്ട് 1, 2, 3, 4, 5 എല്ലാം കണ്ടിട്ട് വേണം ഈ പാർട്ട് 7 കാണാൻ. കാരണം ചില ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒരു പരിധിക്കുള്ള എക്സ്പ്ലനേഷൻ പറയില്ല. കാരണം മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു പോയതാണ്, അതുകൊണ്ടാണേ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ 5 എണ്ണം നമ്മൾ ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.